ഗായ്സ്, നിങ്ങൾക്ക് ഏവർക്കും ഡിസ്നി ലാൻഡ് ഫൈനൽ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 16, ഇന്ന് ഈതമ്മോൻ്റെ ബർത്ത്ഡേ ആട്ടോ, 6th ബർത്ത്ഡേ. അതുകൊണ്ട് ഞങ്ങൾ റൂമിൽ ഇരുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. കേക്കൊന്നും കട്ട് ചെയ്യുന്നില്ല, കേക്ക് നാളെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു 17-ന്. അപ്പം അത് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ നേരെ റൈഡിലേക്ക് കയറാൻ വേണ്ടി വന്നു. നമ്മൾ ഹോട്ടലിൽ താമസിച്ചതുകൊണ്ട് നമുക്ക് 1 hour നേരത്തെ മറ്റുള്ളവരെക്കാളും എൻട്രി ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് സാധാ ആൾക്കാർക്ക് 9:30-ക്കാണ് എൻട്രി പാർക്കിൽ. പക്ഷെ നമ്മൾ അവിടെ താമസിക്കുകയാണെങ്കിൽ ഡിസ്നിലാൻഡ് ഹോട്ടലിൽ താമസിക്കുകയാണെങ്കിൽ നമുക്ക് 8:30-ക്ക് എൻട്രി ചെയ്യാം. ഞങ്ങൾ 9 ആയപ്പോഴത്തേക്കും ക്യൂ കഴിഞ്ഞ് അകത്ത് കയറി. അപ്പോൾ ഫസ്റ്റ് നമ്മളിന്ന് കാണാൻ പോകുന്നത് പീറ്റർ പാൻസ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫാൻറ്റസി റൈഡാട്ടോ. അതൊരു ഫ്ലൈറ്റ് പോലെ ഇങ്ങനെ നമുക്കിങ്ങനെ പറന്ന് പൊങ്ങിപ്പോകും. അതിൽ നമുക്കിങ്ങനെ സ്റ്റാറും അതൊക്കെ കാണാൻ പറ്റും. ഒരു ഫാൻറ്റസി റൈഡ് തന്നെയായിരുന്നു, കൊള്ളായിരുന്നു. നമുക്ക് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ റൈഡാട്ടോ. അതിനുശേഷം ഞങ്ങൾ പോകാൻ പോകുന്നത് ബിഗ് തണ്ടർ മൗണ്ടൻ എന്ന് പറയുന്ന ഒരു അഡ്വഞ്ചർ റൈഡാണ്. ഇതൊരു റോളർ കോസ്റ്ററാണ്. ഇതിൻ്റെ തീമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മല, അതായത് ഒരു മൈനിങ് കേന്ദ്രമാണ്. ആ മൈനിങ് കേന്ദ്രത്തിൻ്റെ അകത്തൂടെ എങ്ങനെ ഒരു ട്രെയിൻ പോയാൽ എങ്ങനെ ആ മലയുടെ അകത്തൂടെ പോകുന്ന ആ ഒരു ഫീലിംഗ് നമുക്ക് തരുന്ന ഒരു റൈഡാണ്. ഇത് റോളർ കോസ്റ്റർ റൈഡാണ്. കുറച്ച് സ്കേറിയാണ്. എനിക്ക് കുറച്ച് സ്പീഡൊക്കെ ഇതായതുകൊണ്ട് എനിക്ക് കുറച്ച് സ്കേറി ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ആ ഒരു ഫീലിംഗ് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾ മിസ്സാക്കരുത്. കൊച്ചിന് കയറാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കി, പക്ഷേ ഇവിടെ ഹൈറ്റ് 1 meter സംതിങ് മതിയായിരുന്നു. അപ്പോൾ അവന് ഓക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ക്യൂ നിന്നു. അപ്പം നമ്മൾ ആ ക്യൂ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ആ മൈനിങ് കേന്ദ്രത്തിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ബിൽഡിംഗ് ആയാലും കല്ലായാലും അതിൻ്റെ ഓരോ ഉപകരണങ്ങളായാലും അതെല്ലാം ഒരു അതിൻ്റെ അകത്തോട്ട് കയറി നമ്മൾ ആക്ച്വലായിട്ട് അതിലേക്ക് പോകുന്ന പോലെ നമുക്ക് അത് ചെയ്തിട്ടുണ്ട് അവർ. അങ്ങനെ കുറച്ച് നേരം ക്യൂ ഉണ്ടെന്ന് കണ്ടിട്ട് ഞങ്ങൾ ഓടി ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെയും കുറേ അകത്ത് കയറിയാലും കുറേ നേരം ക്യൂ ഉണ്ട്. ഇങ്ങനെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറിയിട്ട് ആ ഒരു ഫീലിംഗ് നമുക്ക് ഫുൾ തന്നിട്ട് നമുക്ക് റൈഡിൻ്റെ അകത്ത് കയറാൻ പറ്റും. ഇത് കയറുന്ന ഇതിനകത്ത് ഇവിടെ നമ്മൾ സാധാ വിഗാലാൻഡിലൊക്കെ പോകുമ്പോൾ കുറച്ചൊക്കെ സ്കേറി റൈഡ്സ് ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ ഇന്നലെ കയറിയതെല്ലാം ഈസി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത്ര കുഴപ്പമില്ലെന്ന്. അങ്ങനെ ഞങ്ങളുടെ റോളർ കോസ്റ്റർ ആ റെയിൽ മോണോ റെയിലാണ്. അതിൽ കയറി മാത്രം സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് സ്പീഡ് കുറച്ച് പേടിയായി. എനിക്കല്ലെങ്കിലും റൈഡൊക്കെ സ്പീഡിൽ പോകുന്നവർക്ക് എൻജോയ് ചെയ്യാം, പേടിയൊന്നും ഇല്ല. പക്ഷെ എനിക്ക് സ്പീഡ് കുറച്ച് പേടിയായതുകൊണ്ട് ഞാൻ കുറച്ച് പേടിച്ചു, മോനും കുറച്ച് പേടിച്ചു. പിന്നെ എനിക്ക് കുറച്ച് നേരത്തെ അയ്യോ വിളിയായിരുന്നു. ഹസ്ബൻഡ് നല്ലപോലെ എൻജോയ് ചെയ്തേ. അങ്ങനെ അതിൻ്റെ ഇതാ ഇങ്ങനത്തെ ഒരു റൈഡ്. അതിൻ്റെ പുറത്തുനിന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കുമായിരുന്നു, ഇത് എന്തുവായിരുന്നെന്ന്. തിരിച്ചു വന്നപ്പോഴാണ് ബോധം വന്നത്. ഇങ്ങനെ ഇതിൻ്റെ അകത്തൂടെ കയറ്റി അവർ സ്പീഡിൽ കൊണ്ടുപോകും. നോർമൽ റോളർ കോസ്റ്റ് പോലെ. പിന്നെ ആ ഒരു മലയുടെ മകത്ത് പോയ ആ ഒരു ഫീലിങ്ങിന് വേണ്ടി അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ബിഗ് തണ്ടർ മൗണ്ടൻ എന്നായിരുന്നു ആ റൈഡ്. ഇനി അടുത്ത് ഞങ്ങൾ കാണാൻ പോകുന്നത് ഫാൻറ്റം മാനർ എന്ന് പറയുന്ന ഒരു റൈഡിലേക്ക്. അത് അത്ര പേടിയൊന്നുമില്ല. എന്ന് വെച്ചാൽ നമുക്കൊരു ഗോസ്റ്റ് ശാലയിലേക്ക് പോയാൽ എങ്ങനെയാണ് ആ ഒരു ഫീലിംഗ് നമുക്ക് തരുന്ന ഫാൻറ്റം മാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെയർ പോലെ ഇങ്ങനെ കറങ്ങുന്നൊരു ചെയർ വരും. അതിലേക്ക് നമ്മളിങ്ങനെ ഒരു ഗോസ്റ്റ് ശാലയിലേക്ക് നമ്മൾ ഇരുട്ടുമുറിയിൽ കൊണ്ട് ഫുൾ ഇങ്ങനെ പ്രേതവും അങ്ങനെയൊക്കെ നമ്മളെ പേടിപ്പിക്കുന്നത്. നമ്മുടെ ബാൽഡമ കേവിൻ്റെ കുറച്ചും കൂടെ ബിഗായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ മോനൊരു ഡംബു ദ ഫ്ലൈയിങ് എലിഫൻറ്റിൽ കയറണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുമായിരുന്നു. നല്ല ഒടുക്കത്തെ ക്യൂ ആണ്. പക്ഷെ അവന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അവനതിൽ കയറിയേ പറ്റും. അത് നമ്മൾ സിമ്പിൾ റൈഡ്, നല്ലൊരു എയറോപ്ലെയിൻ പോലെ കണ്ടില്ലേ, അതേപോലത്തെ ഒരു റൈഡാണ് ഇത്. ഫാമിലിക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിങ്ങനെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് മുകളിലെല്ലാ കാഴ്ചകളും കാണാൻ പറ്റും. അങ്ങനെ അതൊരു 1 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് അതിൽ കയറിയത്. അപ്പോൾ ഇതിൽ നമുക്ക് അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കറക്കും. അതുപോലെ തന്നെ നമുക്ക് എത്ര ഹൈറ്റ് വേണോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനകത്ത് ഏറ്റവും ബിഗ് ഹൈറ്റ് വേണോ, മീഡിയം ഹൈറ്റ് വേണോ, സ്മോൾ വേണോ, അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഫുൾ കാഴ്ചകൾ ഇങ്ങനെ കറങ്ങി കാണാം. അധികം സ്പീഡില്ലാത്തതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. 3 പേർക്ക് ഇരിക്കാൻ പറ്റും. മാക്സിമം 2 പേരാ. പിന്നെ ചില എലിഫൻറ്റിനകത്ത് ബിഗ് എലിഫൻ്റ് ഉണ്ട്, അതിൽ 3 പേർക്ക് ഇരിക്കാം. ഇങ്ങനെ കാഴ്ചകൾ കാണാം നമുക്ക്.
അത് കൊള്ളായിരുന്നു. ഒരു ഗുഡ് ഫീലിംഗ് ആയിരുന്നു നമുക്ക്. അധികം റിസ്ക് ഒന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കിയപ്പം കുറച്ച് തിരക്ക് ഒഴിഞ്ഞൊരു സ്ഥലമായിരുന്നു. റിവർ ബോട്ട് എന്ന് പറയുന്ന ഒരു റൈഡ്. അതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മളൊരു ബോട്ടിലേക്ക് പോകും. അപ്പം ഇങ്ങനെ ഫെയറി സ്റ്റോറീസ് ഉണ്ടല്ലോ, നമ്മുടെ ആലിസ് ഇൻ വണ്ടർലാൻഡ്, അങ്ങനെ അതുപോലത്തെ പല സ്റ്റോറീസ് ഉണ്ടല്ലോ. ആ സ്റ്റോറീസിൻ്റെയൊക്കെ ഓരോ രൂപങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഫ്രോസൺ, അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഫിലിമും സ്റ്റോറീസിൻ്റെയൊക്കെ ഈ ഇത് വെച്ചിട്ടുണ്ട്, എന്താ മോഡൽ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. എനിക്ക് അതിനെ എല്ലാത്തിനെയും കുറിച്ച് വലിയ അറിവൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ടു പോവുമായിരുന്നു അതൊക്കെ. ആ ഒരു മോഡൽ നമുക്കിങ്ങനെ ബോട്ടിൽ പോവും, നമ്മളിങ്ങനെ കാണാം. ആ ഒരു ഫീലിങ്ങിൽ അവരതെല്ലാം മോഡലൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അത് ബോട്ട് പതുക്കെ പോവുമായിരുന്നു, നീങ്ങുമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അവരിങ്ങനെ വെച്ചേക്കുന്നതും, നമ്മുടെ ഈ ബോട്ട് റൈഡും, പിന്നെ ആ പുറത്തെ ഒരു ശില്പങ്ങൾ വെച്ചേക്കുന്നതൊക്കെ ഒരു നല്ല, നമ്മളേതോ ഒരു സ്റ്റോറിയുടെ അകത്ത് കയറിപ്പോയ ഒരു ഫീലിംഗ് ആയിരുന്നു നമുക്ക് തോന്നുന്നത്. അത് ബോട്ട് വളരെ പതുക്കെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇത് ഫ്രോസൺ സിനിമയുടെ ആ ഒരു തീമിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കൂടെ ഒരു ട്രെയിൻ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അത് വേറെ റൈഡ് പോകുന്നുണ്ടായിരുന്നു. എനിവേ നല്ല ഗുഡ് ഫീലിംഗ് ആയിരുന്നു ഇത്. ആ റൈഡിൻ്റെ പേരെനിക്കറിയില്ല, റിവർ ബോട്ട് ജസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഇതോടുകൂടി ഞങ്ങൾ വിചാരിച്ചു ഇനി നമുക്ക് ഡിസ്നിലാൻഡ് സ്റ്റുഡിയോയും കൂടെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതായിരുന്നു ലാസ്റ്റ് റൈഡ്. ഇത് കാണാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക്. ഇപ്പോൾ സ്റ്റുഡിയോയിലൂടെ പോകാമെന്ന് വെച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോകാനാണ് വിചാരിച്ചു വെച്ചിരുന്നത് കേട്ടോ. ഇപ്പം തന്നെ 1 മണി ആയായിരുന്നു. നമ്മളിന്ന് ഇവിടുന്നൊരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ലീവ് ചെയ്താലേ നമുക്ക് ട്രെയിൻ കിട്ടത്തോളായിരുന്നു. നോർത്തിൽ നിന്ന് ട്രെയിൻ ഉണ്ടായിരുന്നു നമുക്ക്. 7 o'clock നമ്മുടെ ട്രെയിൻ. 7:30. നല്ല ഫീലിംഗ് ആയിരുന്നു ആ മ്യൂസിക്കും ഒക്കെ. അങ്ങനെ ഞങ്ങൾ ഡിസ്നിലാൻഡ് പാർക്കിന് സ്റ്റുഡിയോയിലേക്ക് പോകാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോ പാർക്കിലേക്ക് നടന്നു. ഇതാണ് നമ്മൾ കയറുന്ന എൻട്രൻസ്. ഇങ്ങനെ കേട്ടോ കാണുന്നത് ഡിസ്നിലാൻഡിൻ്റെ ഫ്രണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ കുറച്ച് മുമ്പോട്ട് നടക്കണം. എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഡിസ്നിലാൻഡ് സ്റ്റുഡിയോ പാർക്കിലേക്ക് വന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. സ്റ്റുഡിയോ പാർക്കിലെല്ലാം കുറേ റൈഡുണ്ട്. ഭയങ്കര സ്കേറി റൈഡും ഉണ്ട്, കുറേ ഈസി റൈഡും ഉണ്ട്. എല്ലാം ഈ ഫിലിമിൻ്റെയൊക്കെ, കാർട്ടൂൺ ഫിലിമിൻ്റെയൊക്കെ പോലത്തെ ഭാഗങ്ങളെടുത്ത് അത് അവർ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടുന്ന പോലെ റൈഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആക്ച്വലി എല്ലാം കയറാൻ പറ്റില്ല. ഞങ്ങൾ ചൂസ് ചെയ്ത് 2-3 വന്നു. സ്പൈഡർമാനും അതുപോലെ തന്നെ റാറ്റൗളി എന്നതും പിന്നെ വേറൊരെണ്ണം. പക്ഷെ ഞങ്ങൾക്ക് ആകെ റാറ്റൗളി ആ ഒരു റൈഡിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഇതാണ് അതിൻ്റെ ഡിസ്നിലാൻഡ് സ്റ്റുഡിയോയുടെ ഫ്രണ്ട് കേട്ടോ. അവിടെ നല്ല വൈബ് ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ അഡ്വഞ്ചർ ആയിട്ടുള്ള കുറച്ച് റൈഡൊക്കെ ഇവിടെ ഉണ്ട്. അതിലൊന്നും ഞങ്ങൾ നോക്കാനേ പോയില്ല. പിന്നെ നല്ല ക്യൂ, എവിടെ നോക്കിയിട്ടും ക്യൂ ഉണ്ട്. സ്പൈഡർമാനിൽ ആദ്യം പിന്നെ കയറാമെന്ന് വിചാരിച്ചു, പക്ഷെ അത് നടന്നതുമില്ല. എന്നാൽ പിന്നെ ഫുഡ് കഴിക്കുന്നതിൻ്റെ അടുത്തായിരുന്നു ററ്റാവുളി എന്ന് പറഞ്ഞ റൈഡ്. എന്നാൽ പിന്നെ അവിടെ നിൽക്കുക. അതും ഞങ്ങൾ നോക്കിയപ്പം 25 minutes ആയിരുന്നു കാണിച്ചത്. പക്ഷേ ഒരു 2 hour-ഓളം നമ്മൾ ക്യൂ നിന്നിട്ടാണ് അതിൻ്റെ അകത്ത് കയറാൻ പറ്റിയത്. ഇതൊക്കെ ആ പോകുന്ന വഴിയിലെ കാഴ്ചകളാട്ടോ, ഓരോരോ റൈഡുകളൊക്കെ സ്റ്റുഡിയോ പാർക്കിൽ. ഒരു 3-4 ദിവസം ഉണ്ടെങ്കിലേ സ്റ്റുഡിയോ പാർക്കും ഡിസ്നിലാൻഡ് പാർക്കും ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യൂ ആണ് മെയിൻ പ്രശ്നം, അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.
അങ്ങനെ ഫസ്റ്റ് ഒരു ഹോളിവുഡ് ടവർ എന്ന് പറഞ്ഞ സംഭവം കേട്ടോ. ഞാൻ കയറില്ല. ഹസ്ബൻഡ് പറഞ്ഞു അതിൻ്റെ അത് ഭയങ്കര അഡ്വഞ്ചർ, അതിൻ്റെ മണ്ടക്ക് കയറിയിട്ട് താഴോട്ട് വിടുന്നു. അതിലൊന്നും നോക്കിയില്ല, അതിലും കയറിയില്ല. പിന്നെ ഞങ്ങൾ ആ ററ്റവളി എന്ന് പറഞ്ഞ ആ റൈഡിൽ മാത്രമേ കയറിയുള്ളൂ. ഇത് ഡിസ്നി ലാൻഡ്, അത് വാൾട്ട് ഡിസ്നിയുടെ ഒരു പ്രതിമയാട്ടോ അവിടെ വെച്ചേക്കുന്നത്. പിന്നെ ഞങ്ങൾ അത് മാത്രം കയറി. പിന്നെ തിരക്കായിട്ട് തിരിച്ചു പോകാമെന്ന് വെച്ച് ഞങ്ങൾ ഡിസ്നി ലാൻഡ് സ്റ്റുഡിയോയ്ക്ക് ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഡിസ്നി ലാൻഡ് പാർക്കിലേക്ക് തന്നെ വന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു നമുക്ക് പോയി ഞങ്ങൾ ട്രെയിൻ ഇതിങ്ങനെ പറയാം, ഇതിങ്ങനെ ഒരു വാട്ടർ ടാപ്പ് വെച്ചിട്ടുണ്ട് ഇടയ്ക്ക്, ഡ്രിങ്കിങ് വാട്ടർ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം തീരുവാണെങ്കിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റും. ഏത് സ്ഥലത്ത് എവിടേക്കാണെന്നറിയില്ല, ജസ്റ്റ് എവിടേക്കാന്ന് നോക്കിയിട്ട് വെള്ളം തീരുമ്പോൾ നിങ്ങൾക്ക് ഡ്രിങ്കിങ് വാട്ടർ പിടിക്കാൻ പറ്റും കേട്ടോ. അത് കുടിക്കാൻ പറ്റുന്നത് തന്നെയാണ്, കുഴപ്പമില്ല. എല്ലായിടത്തും ഇല്ല, ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഡിസ്നി ലാൻഡ് പാർക്കിലേക്ക് വന്നു. അവിടെ ഒരു ട്രെയിനുണ്ട്. അപ്പം നമുക്ക് ഫുൾ ഡിസ്നി ലാൻഡ് ഫുൾ കറക്കുന്ന ഒരു ട്രെയിനുണ്ട്. അതിൽ കയറാമെന്ന് പറഞ്ഞാൽ വന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഉച്ചയ്ക്ക് ശേഷം അവർ റൈഡ് ക്യാൻസൽ ചെയ്തായിരുന്നു. ട്രെയിൻ എന്തോ അറ്റകുറ്റപ്പണികളുള്ളതുകൊണ്ട് അത് ഇല്ല. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ കറങ്ങിയൊക്കെ നടന്നു. പിന്നെ ഇതാണ് മെയിൻ സ്ട്രീം USA ആണ്. അവിടെ ഈ ഓരോ USAയുടെ ഓരോ കെട്ടിടങ്ങളുടെയൊക്കെ മോഡലുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടും കേട്ടുമൊക്കെ ഇങ്ങനെ സമയം കളഞ്ഞു. ഇനി ഏത് റൈഡിൽ പോയാലും എല്ലാത്തിനും നല്ല തിരക്കുമുണ്ട്. പിന്നെ നമുക്ക് ട്രെയിനും കിട്ടണമല്ലോ. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഡിസ്നി ലാൻഡിന് ബൈ ബൈ പറഞ്ഞ് പതുക്കെ ഞങ്ങൾ നീങ്ങി. നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ, കൊള്ളാം. അത്യാവശ്യം ഫാമിലിക്കും നമുക്ക് ഒന്നിച്ച് ചിൽഡ്രനും പേരൻസിനും എല്ലാം ഒന്നിച്ച് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഡിസ്നി ലാൻഡ് പാർക്ക്. അങ്ങനെ പക്ഷേ നിങ്ങൾക്ക് ഒരു 2 ദിവസം 3 ദിവസമൊക്കെ വേണം ഫുൾ സ്റ്റുഡിയോ പാർക്കും കൂടെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഡിസ്നി ലാൻഡിൻ്റെ അകത്ത് തന്നെ ഒരു ഹോട്ടൽ താമസിക്കുവാണെങ്കിൽ ഗുണമുണ്ട്. എന്നുവെച്ചാൽ രാത്രിത്തെ ഷോ കാണാൻ പറ്റും. പിന്നെ മോർണിംഗിൽ അതേപോലെ മറ്റുള്ളവർക്ക് വരുന്നതിനേക്കാളും 1 hour മുമ്പ് നമുക്ക് ഈ പാർക്കിൻ്റെ അകത്ത് എൻട്രി ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ അകത്ത് എൻട്രി ചെയ്താലും പിന്നെ ക്യൂ ഉണ്ട്. അപ്പം നിങ്ങൾ വേണമെങ്കിൽ എക്സ്ട്രാ പൈസ അടച്ച് പ്രയോറിറ്റി ലൈൻ ബുക്ക് ചെയ്യുവാണെങ്കിൽ ഈ അകത്ത് താമസിക്കുന്ന ഹോട്ടലിൻ്റെ പൈസ പ്രയോറിറ്റി ലൈന് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും എല്ലാ റൈഡും കയറാൻ പറ്റും. അപ്പം ഏതെങ്കിലും ഈ പാർക്കിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിൽ ബുക്ക് ചെയ്താൽ മതി, അകത്ത് ബുക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ ആ പൈസ ഇതിൽ കൊടുക്കാം. ഏതായാലും നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ നമുക്ക് പാർക്കിലേക്ക് നമ്മുടെ ഹോട്ടലിലേക്ക് ഡിസ്നി ലാൻഡിൻ്റെ തന്നെ ഹോട്ടലാണ് ബുക്ക് ചെയ്തേക്കുന്നതെങ്കിൽ ഒരു ബസ്സുണ്ട് കേട്ടോ. ബസ്സിൽ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പം നമ്മൾ ഹസ്ബൻഡ് പോയി വെക്കേറ്റ് ചെയ്തു, ബാഗ് എടുത്തുകൊണ്ട് വന്നായിരുന്നു. ഞങ്ങൾ പോയില്ല. അപ്പം നമുക്ക് ബസ്സുണ്ട്, 15 മിനിറ്റ് ഇടവിട്ട് ബസ്സുണ്ട്. പിന്നെ അന്ന് കേക്ക് കട്ട് ചെയ്തില്ല, പിറ്റേന്നായിരുന്നു കേക്ക് കട്ട് ചെയ്തത്. അപ്പോൾ അതുകൂടെ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ 17th കേക്ക് കട്ട് ചെയ്യാൻ നേരത്ത് പേരൻസിനെയൊക്കെ വിളിച്ചു, വീഡിയോ കോൾ ചെയ്തു, എല്ലാവരും വിഷ് ചെയ്തു. അവൻ്റെ 6th ബർത്ത്ഡേ അങ്ങനെ ആഘോഷിച്ചു. അങ്ങനെ ഡിസ്നി ലാൻഡ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.